അങ്ങനെ ആശാരി ചെക്കൻ്റെ ഒരു മൈൽ സ്റ്റോൺ കൂടി കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. WPCയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെല്ലാം ഷട്ടേഴ്സ് എക്സ്പോസ്ഡ് ഏരിയ എല്ലാം ഹൈ ഗ്ലോസി MR+ ലാമിനേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ വെറുതെ ആശാരി ചെക്കുന്ന പേരിട്ടല്ല, നമ്മളെല്ലാ വർക്കിലും ഒരു പുലി തന്നെയാണ്. അപ്പോൾ കാരണം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ, നമ്മുടെ ടീമുണ്ട്, അവർക്ക് വേറെ പ്രൊജക്റ്റുകളൊക്കെ തിരക്കായത് കാരണം ഒരു ദിവസം ചെയ്യേണ്ട വർക്കേ ഉള്ളൂ. പ്ലംബിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക് വർക്കും. അപ്പോൾ പ്ലംബിങ്ങിന് നമ്മുടെ സുഹൃത്ത് തന്നെ വന്നു, അവൻ എല്ലാ പൈപ്പും കാര്യങ്ങളൊക്കെ മാറ്റി, ലീക്കേജും അതേപോലെ സിങ്കിൻ്റെ എല്ലാം മാറ്റി. പക്ഷേ ഞാൻ 20mm പ്രൊഫൈൽ ഒരു ഷട്ടർ കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ് കുറച്ച് മാക്സിമം കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവർക്കതൊരു പുതുമയായിരിക്കും എന്ന് വിചാരിച്ചു. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്, പണ്ട് ഒരുമിച്ച് പിടിച്ചാണ്, പിന്നീട് നമ്മൾ അതൊക്കെ മറന്നു, ഓരോരോ ഭാഗത്ത് പോയി. അവൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, ടെക്കിയാണ്. അപ്പോൾ വീട്ടിൽ അമ്മ മാത്രമാണ് നാട്ടിലുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കിച്ചൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കിച്ചനെ ചെയ്ത് കൊടുക്കണമെന്ന് കൊണ്ടാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. അപ്പോൾ 100% അവന് ഇഷ്ടപ്പെട്ടു. കാരണം വിളിച്ച് അപ്രീസിയേഷൻ പറഞ്ഞു, ഹരി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ടാ, സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ. അതന്നെ വലിയൊരു കാര്യം. നമ്മൾ ഈ 20mm പ്രൊഫൈൽ ഷട്ടേഴ്സൊക്കെ വെക്കുമ്പോൾ നമുക്ക് ലൈറ്റിങ് കൂടി കൊടുക്കാണ്ടിരുന്ന ആ ഒരു ഫുൾഫിൽനെസ് കിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ അത് സെറ്റ് ചെയ്തു. കാരണം പിള്ളേർക്കൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ പ്ലംബിങ് പിന്നെ ചെയ്തു. സ്റ്റോണ് കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്തത്. ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഒരുപാടെണ്ണം നമ്മളിവിടെ കാണിച്ചു കൊടുത്തു. പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ നമ്മൾ നല്ല സാധനങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനി അവർക്കിപ്പോൾ ഒരു 10 രൂപ കുറവാണ്, അല്ലെങ്കിൽ ഇന്ന മോഡൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എടുക്കണം, അത് വൃത്തിയായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. GTBT കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആഡ് ഓൺ ഐറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബാസ്ക്കറ്റുകൾ മെയിനായിട്ട് സ്റ്റോറേജ് കുറേ ബാസ്ക്കറ്റുകൾ ചെയ്തിട്ടുണ്ട്. കട്ട്ലറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 9 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് അവർക്ക് ആവശ്യം. പിന്നെ ലൈറ്റിങ് കൊടുത്തപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് കിച്ചൺ. ഇനിയിപ്പോൾ നമുക്ക് ഈ വർക്കും കൂടെ കഴിഞ്ഞിട്ട് ഫുൾ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ പെയിൻറ്റിങ് കൂടി നമ്മളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കിച്ചൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്താണ് ഒരു പൂജ യൂണിറ്റ് കേട്ടോ. ഈ ലാമിനേറ്റ് ഞാൻ ഒരുപാട് സൈറ്റുകളിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. റീൽസ് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു. തിരുപ്പൂർ യൂസ് ചെയ്തു, പൊള്ളാച്ചിയിൽ യൂസ് ചെയ്തു, കോയമ്പത്തൂർ യൂസ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീട് കഞ്ചിക്കോട് ചെയ്തു. അടുത്ത സുഹൃത്ത് രമേശിൻ്റെ വീട്ടിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ അമ്മ പറഞ്ഞു പഴയ ആളായത് കാരണം ഹരി ആ പേരൻ്റെ ഒരു ലുക്കും കൂടി കിട്ടണം, അപ്പോൾ എനിക്കൊരു പൂജ ആ വൈബ് കിട്ടുള്ളൂ എന്നുകൊണ്ട് ശരികൊണ്ട് അങ്ങനെ നമ്മൾ മുകളിൽ പേരൻ്റെ ആ സെറ്റപ്പൊക്കെ ചെയ്ത് ഗോൾഡൻ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പോക്കറ്റ് സ്ലൈഡർ വെച്ചിരിക്കുന്നത്. ഫോട്ടോകളൊന്നും മാറ്റാൻ അവർ തയ്യാറല്ല കേട്ടോ. കാരണം ഇത്രയും വർഷം ആരായിച്ച് വന്ന മൂർത്തികളാണ് ആ ഫോട്ടോത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി നല്ല വൃത്തിയാക്കിയിട്ട് അതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോവറും 2 ഷട്ടർ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് സ്ലൈഡറാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ എൻട്രൻസിലാണ് ഈ പൂജാ യൂണിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം തുറന്നിടുമ്പോൾ തടസ്സം വരണ്ടെന്ന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഷൂറാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ ഗ്യാസ് പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടേക്ക് ഒരു ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ ഈ വീടിൻ്റെ പെയിൻറ്റിങ് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കിട്ടുക. പഴയ സൗഹൃദങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരവസരം കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വർക്കിലേക്ക് കടക്കുന്നു.